ചാലിയാറിലും ഇരുവഴിഞ്ഞിപ്പുഴയിലും അനധികൃത മണൽക്കടത്ത് അതിരൂക്ഷമായിട്ടും പോലീസും റവന്യൂ വകുപ്പും കണ്ണടയ്ക്കുന്നു. ലോഡ് കണക്കിന് മണലാണ് ഓരോ ദിവസവും കടത്തുന്നത്. കഴിഞ്ഞ ദിവസം കടത്ത് സംഘങ്ങൾ തമ്മിൽ ആയുധമുപയോഗിച്ച് ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു. ചാലിയാറിലും ഇരുവഴിഞ്ഞിപ്പുഴയിലുമാണ് അനധികൃത മണൽക്കടത്ത് വ്യാപകമാവുന്നത്. ഇതോടെ പ്രദേശവാസികളുടെ സ്വൈര്യജീവിതവും നഷ്ടപ്പെട്ടു. ഇടവഴിക്കടവ് കേന്ദ്രീകരിച്ചാണ് വൻതോതിൽ രാത്രിയുടെ മറവിൽ മണൽക്കൊള്ള നടക്കുന്നത്. ഇതിനു പുറമെ മലപ്പുറം ജില്ലയിലെ വാഴക്കാട് പഞ്ചായത്തിലെ എടവണ്ണപ്പാറ മുതൽ കോഴിക്കോട് ജില്ലയിലെ കൽപ്പള്ളി വരെയുള്ള ഭാഗങ്ങളിലും അനധികൃത മണൽവാരൽ നടക്കുന്നുണ്ട്. രാത്രിയുടെ മറവിൽ നടക്കുന്ന മണൽക്കൊള്ള പുലർച്ചെ വരെ നീളുന്നു. ഇതിനെതിരെ റവന്യൂ വകുപ്പും പോലീസും ഗ്രാമപഞ്ചായത്തും കണ്ണടയ്ക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി മണൽക്കടത്ത് സംഘങ്ങൾ തമ്മിൽ ആയുധം ഉപയോഗിച്ച് സംഘർഷമുണ്ടായി. കടവിന് സമീപമുള്ള റോഡിൽ വെച്ച് ആളുകൾ തമ്മിൽ ഉന്തും തള്ളുമുണ്ടാവുകയും വാക്കേറ്റത്തെ തുടർന്ന് കൂട്ടത്തിലൊരാൾക്ക് കത്തിക്കുത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പ്രശ്നം അതിരൂക്ഷമായിട്ടും പോലീസിൻ്റെയും റവന്യൂ വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ യാതൊരു നടപടിയുമില്ലാത്തതിലും പ്രതിഷേധം ശക്തമാണ്. പോലീസും മണൽക്കടത്ത് സംഘങ്ങൾ തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായാണ് മണൽക്കടത്ത് സംഘങ്ങൾ വിലസുന്നതെന്നും നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട്. 40-ലധികം വരുന്ന ആളുകളാണ് മണൽക്കടത്തിനായി എത്തുന്നത്. ഇതിൽ ആരും പ്രദേശവാസികളില്ല. ഇതര സംസ്ഥാന തൊഴിലാളികളെ ഉപയോഗിച്ചാണ് ലോറികളിലേക്ക് മണൽ കയറ്റുന്നത്. വൻ മാഫിയ സംഘത്തിൻ്റെ ഇടപെടൽ ഇതിന് പിറകിലുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. മണൽക്കടത്ത് സംഘങ്ങൾക്കെതിരെ അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.